ബിസിനസ് ലാഭങ്ങൾക്കപ്പുറം സമൂഹത്തിലെ മനുഷ്യരെ ചേർത്ത് നിർത്തലിന്റെ മാതൃക കാട്ടുന്ന രാജകുമാരി ഗ്രൂപ്പിന്റെ മറ്റൊരു സഹായ കേന്ദ്രം കൂടി പ്രവർത്തനം ആരംഭിച്ചു. രാജകുമാരി ഗ്രൂപ്പിന്റെ കനിവിനൊരു കൈത്താങ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സൗജന്യ ഡയാലിസിസ് സെന്ററാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഡയാലിസിസ് ആവശ്യമായി വരുമ്പോൾ സാമ്പത്തിക പരാധീനതയിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമേകുകയാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ പുതിയ സൗജന്യ ഡയാലിസിസ് സെന്റർ. ഡയാലിസിസ് കൂടാതെ ജനറൽ മെഡിസിൻ, ഫാർമസി, ഫിസിയോതെറാപ്പി, ലബോറട്ടറി സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ആതുര സേവന രംഗത്തെ പ്രമുഖരായ തണൽ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നത്. പാരിപ്പള്ളി കാട്ടുപുതുശ്ശേരി റോഡിൽ മുക്കടയിൽ ആർകെ ടവറിന്റെ ഉദ്ഘാടനം അടൂർ പ്രകാശ് എംപിയും പുതിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീറും നിർവഹിച്ചു. ഉദ്ഘാടന ദിവസം നടന്ന സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പിൽ വൻ ജനപങ്കാളിത്തമാണ് കാണാൻ സാധിച്ചത്. രാജകുമാരി ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാൻ പറയും, ഇത് വൻ കച്ചവട സ്ഥാപനമായി മാറട്ടെ. ഇവിടെ ഇപ്പൊ അങ്ങനെ ആശംസിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ രാജകുമാരിക്കരോട് പറയുന്നത്, ഇത് വരാതിരിക്കാൻ, ഈ അസുഖത്തിലേക്ക് നാട് ആളുകൾക്ക് വരാതിരിക്കാൻ ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ ഹെൽത്ത് ക്ലബുകളും പ്ലേ ഗ്രൗണ്ടുകളും തുടങ്ങാൻ രാജകുമാരിയുടെ അടുത്ത പ്ലാൻ അതായിരിക്കണം. നിങ്ങളുടെ CSR ഫണ്ട് ഉണ്ടാവുമല്ലോ, ലാഭവിഹിതം ഞങ്ങൾ മാറ്റിവെക്കുന്നു, മാതൃകാപരം. എല്ലാ കച്ചവടക്കാരും അങ്ങനെ തയ്യാറാവില്ല. പൈസക്ക് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ വിരിവുകാരാണ്, നമുക്കറിയാലോ. എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി ചോദിച്ചാൽ 110 കാര്യങ്ങൾ പറയും. അതിനൊരു പ്രത്യേകത, കൊടുക്കും, കൊടുക്കാത്തതിനൊന്നും കൊടുക്കൂല. ഓരോ ആടെ കൊടുത്തിട്ട് ഏറി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരെങ്ങനെ ആയിരിക്കും, ഇവര് കൊടുക്കുന്നുണ്ടാണ് വീണ്ടും കൊടുക്കാൻ തോന്നുന്നതും, അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇവർക്ക് വീണ്ടും പൈസ വരുന്നത്. പൈസ വരുന്നോണ്ടാണ് തുടങ്ങാൻ പറ്റുന്നത്. പൈസ ഇല്ലാത്ത കട എടുത്ത് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ട് രാജകുമാരിക്കാർക്ക്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പൈസ ഉണ്ടായോണ്ട് കാര്യമില്ല, കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. അത് നാട്ടിലെല്ലാവരും ഉള്ളതല്ല. പക്ഷെ രാജകുമാരി ഗ്രൂപ്പിനും അതിന്റെ ഡയറക്ടർമാർക്കും വിശാലമായ മനസ്സുണ്ട്. ലാഭവിഹിതം കുന്നുകൂട്ടുന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന് എങ്ങനെ ആശ്വാസം പകരാം, ആ ആശ്വാസം പകരുന്നതിന്റെ ഭാഗമാണ് ഇത്തരം ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കാൻ തയ്യാറായത്. നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തണൽ നൽകും. തണൽ വളരെ എക്സ്പെർട്ട് ഗ്രൂപ്പാണ്. അവർ നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ഒപ്പം ഇതിന്റെ ബ്രാഞ്ച് വർദ്ധിപ്പിക്കലല്ല, ഇത് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന, കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ രാജകുമാരി, നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, മുൻ MLA വർക്കല കഹാർ, തണൽ ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഇദ്രീസ്, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മറ്റു പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും സഹകാരികളും ചടങ്ങിൽ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, കല്ലമ്പലം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.